എല്ലാവർക്കും നമസ്കാരം. റെഡ്ചില്ലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാമ്പാർ പൊടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സുജാത നമുക്ക് സാമ്പാർ പൊടിയുടെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് പലരും നമ്മളോട് ചോദിച്ചായിരുന്നു അന്ന് എന്താണ് ആ കൂടെ സാമ്പാറുകൾ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ട് സാമ്പാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരുപാട് പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അമ്മ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സാമ്പാർ പൊടി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ സാമ്പാർ കേൾക്കാൻ വേണ്ടി പോകണല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് പരിപ്പ് അടുപ്പത്ത് വെക്കാം. പരിപ്പ് വെന്തിട്ട് വേണം കഷ്ണം ഇടാൻ. അപ്പോൾ ശരി, ഇത് നമ്മൾ സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പെന്നല്ലേ? സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എന്തോരം എടുത്തിട്ടുണ്ടോ നമ്മൾ? ഇതൊരു അര ഗ്ലാസ് കൂടും. അര ഗ്ലാസ് കച്ചട്ടി വെക്കാവുന്ന. കുറച്ച് പച്ചക്കറി നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവിടെയുള്ള കുറച്ച് പച്ചക്കറി ഇല്ല, ഒരു 2 അല്ലെങ്കിൽ 3 പേർക്ക് കൂട്ടാവുന്ന രീതിയിൽ എടുത്തിട്ട് പച്ചക്കറി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പരിപ്പ് ഇങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പരിപ്പ് വേകാൻ എളുപ്പത്തിന് 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. സ്വല്പം മഞ്ഞപ്പൊടി ഇടും. പരിപ്പ് വേകാൻ എളുപ്പമുണ്ട്. ഇച്ചിരി ചിലരൊക്കെ എണ്ണ ഒഴിക്കും. നമുക്കിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം അല്ലേ? സ്റ്റൗ കത്തിക്കാം. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ പച്ചക്കറി കഴുകി നുറുക്കി എടുക്കാം അല്ലേ? കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങിന് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പച്ചക്കറി ഇത്രേ ഉള്ളൂ. നുറുക്കുന്ന സമയത്ത് ആദ്യമേ എല്ലാം കൂടെ നുറുക്കരുത്. തക്കാളിക്കും വെണ്ടയ്ക്കും ഒടുക്കം ഇടുന്നതാണ്. പുളി ഒഴിച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. ഇതാണ് ഇത്രയും കൂട്ടവേ ഇടുള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങും സബോളയും കോവയ്ക്കും ക്യാരറ്റുമാണ് കഷ്ണം പരിപ്പ് വേകുമ്പോൾ ഇടേണ്ടത്. ബാക്കി പുളി ഒഴിച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇടേണ്ടത് ആദ്യം നുറുക്കാം. അമ്മ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ പരിപ്പ് ഇതൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കൽച്ചട്ടി തന്നെ ഒന്ന് ഉടയ്ക്കണം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് എന്നിട്ട് കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അല്ലേ? വെണ്ടയ്ക്കായും തക്കാളിക്കും വെന്ത് കഴിഞ്ഞിട്ട് പുളി ഒഴിക്കുന്നതിന് മുമ്പ്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി വേണമല്ലേ മെയിനായിട്ടുള്ള? ഇത് കഷ്ണം പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഇടുക. അതും കൂടെ വെന്ത് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പുളി ഒഴിക്കാം. പുളി ഇത്രയും പുളിയുണ്ട്. ഈ കച്ചട്ടിക്കകത്ത് വെക്കാൻ അങ്ങനെ കൂട്ടാനുള്ള പുളി ഇത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി. ഇതിന് അളവൊന്നും പറയാം. വലിയൊരു നെല്ലിക്കാരോ വലിപ്പത്തേ ഉള്ളൂ. അങ്ങനെ പുളി ഒഴിക്കുക. പുളി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഈ വറുത്ത് പിടിച്ചത് ഇടാം. അന്നേരം വറുത്ത് പിടിച്ച ഇടാം. ആ കൂടെ ആ കഷ്ണങ്ങളും കൂടെ ഇടണം. പുളിയുടെ കൂടെ ആ കഷ്ണങ്ങളും കൂടെ ഇടണം. താഴത്തെ കഷ്ണം നുറുക്കാത്ത കഷ്ണം നുറുക്കിയിടണം. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, കടുക് വറക്കാനുള്ള പിന്നെ മഞ്ഞപ്പൊടി ഉപ്പിടണം. ഇപ്പം ഉപ്പിടണം. വെന്തിട്ട് കഷ്ണം ഇട്ടാൽ ഉടനെ ഉപ്പിടുക. ഇത് വേഗം കുറച്ച് താമസം നിങ്ങൾ കുക്കറിൽ വെക്കാത്തോണ്ടാണോ? കൽച്ചട്ടി എടുത്തോണ്ടാണ് കുറച്ച് താമസം വരുന്നത് അല്ലേ? നമുക്ക് പഴയ രീതിക്ക് കൽച്ചട്ടി തന്നെ. അമ്മ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുക്കറിൽ ഉപയോഗിക്കാറില്ല അല്ലേ? കൽച്ചട്ടിയും വേഗം കുക്കറിന്റെ അത്ര സ്പീഡ് തന്നെ ഉള്ളൂ. വെന്തോളും. അതിന് ശകലം താമസം വരും അല്ലേ? കൂട്ടാൻ വെക്കുന്ന കൽച്ചട്ടിക്കത്താണ് ടേസ്റ്റ് കൂടുതൽ വരും. അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുക്കാം. ഞാൻ ചോദിക്കാൻ കാരണം അറിയോ, നമ്മളിവിടെ കറിയെല്ലാം ഉണ്ടാക്കിയാൽ എല്ലാം തന്നെ മിക്കതും വെച്ചത് കൽച്ചട്ടി തന്നെ വെച്ചത്. അതുകൊണ്ട് അതിനാണ് ടേസ്റ്റ് കൂടുതലുണ്ട്. സാധാ എല്ലാവരും പണ്ട് തൊട്ടേ ഞാൻ കൽച്ചട്ടി ഉപയോഗിക്കാറുള്ളൂ. പരിപ്പ് വെന്തു നമുക്ക് നല്ലപോലെ ഒന്ന് ഉടയ്ക്കാം. ഇളക്കി 2-3 ഇളക്കുമ്പോൾ ഉടഞ്ഞു കേട്ടോ. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു. വെന്ത പരിപ്പ് ഒന്ന് നല്ലപോലെ ഉടച്ചു. ഇനി നമുക്ക് കഷ്ണം ഇട്ടാൽ മതിയോ? ഇട്ടോട്ടെ. നമുക്ക് അതിനുള്ള വെള്ളം ഒഴിക്കാം. വേവാനുള്ള പാത്രങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ഇനി ഇത് വെന്തിട്ട് പുളി ഒഴിക്കുക. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് പുളി ഒഴിക്കുന്നതിന് മുമ്പ് ആ കഷ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് വെന്തിട്ടേ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ? ഞാൻ പുളി ഒഴിച്ചിട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിട്ടിട്ട് പുളി ഒഴിക്കാറുണ്ട്. ഏത് തരത്തിലും ആകാൻ കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് ആ കഷ്ണത്തിന് വേവില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ ഒപ്പം ഇടുന്നില്ലാത്ത. ഇതിന്റെ ഒപ്പം ഇടണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സൗകര്യം പോലെ എപ്പോൾ വേണേലും ഇടാം. ഇത് കഴിഞ്ഞ് ഇത് വെന്തിട്ട് സ്വല്പം മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? ഒരു സ്വല്പം മഞ്ഞപ്പൊടി ചേർത്തില്ലായിരുന്നു. പരിപ്പ് വേഗം ഇത് ഈ കഷ്ണം പച്ചക്കറിക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണ്ട അല്ലേ? ഇത് വേഗാനുള്ള ഉപ്പ്, ഇതിന് ഈ കഷ്ണത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് മറ്റേ കഷ്ണമായിട്ട് പുളി ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പിടാം. ഇപ്പം ഈ കഷ്ണത്തെ പിടിക്കാനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഷ്ണം വേകുമ്പോഴത്തേക്കും പുളി വെള്ളത്തിലിടാം. ഒന്ന് കുതിരണമല്ലോ.
കഷ്ണം നമ്മൾ ആദ്യമായിട്ട് കഷ്ണമൊക്കെ വെന്തു, പരിപ്പുമായിട്ട് യോജിച്ചു. ഇനി നമുക്ക് വെണ്ടയ്ക്ക, തക്കാളിക്ക, ഇത് വേവ് കുറഞ്ഞ കഷ്ണം മാറ്റി വെച്ചിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കാം അല്ലേ? ഇതിലൂടെ വേണം. ഇനി നമുക്ക് ആ കഷ്ണം പുളിയുടെ കൂടെ വെന്തോളൂ. പുളി ഒഴിക്കാം. പുളിക്കും ആ കഷ്ണത്തിനൊന്നും അധികം പുളിയുടെ ഒപ്പം വേവേ ഉള്ളൂ. അപ്പോൾ ആ കഷ്ണത്തിന് കൂടെ തന്നെ നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം അല്ലേ? ഒഴിക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക, തക്കാളിക്ക, പുളി ഇതും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ മറ്റു കഷ്ണമായിട്ട് യോജിച്ചു. ഇനി മുളകും കൂടെ അതിനോടൊന്ന് യോജിക്കണമെങ്കിൽ ഇപ്പം ഇടാം. വെന്തു ഞാൻ മുളക് കൂടി ഒന്ന് ചൂടായി വരണ്ടേ. ഈ മുളക് സാമ്പാർ പൊടി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തില്ലേ, അതിനകത്ത് ഇത് മല്ലിപ്പൊടിയുണ്ട്, ഉലുവായുണ്ട്, കായമുണ്ട്, മുളകും കരിവേപ്പിലയും. കായം ചേർത്തിട്ടുണ്ട്, കരിവേപ്പില ചേർത്ത്. ഇത് നമ്മൾ 4 പ്രാവശ്യത്തേക്കുള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇനി ഒരു 3, ഇത് ചെറുതായതുകൊണ്ട് ഒരു 4 പ്രാവശ്യം കൂടെ ഇനി എടുക്കാനുണ്ട്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ചേർക്കണ്ട, ഇതിനകത്ത് ഉലുവ ചേർക്കണ്ട. ഇനിയിപ്പോ നമുക്ക് ഈ പൊടി നമ്മൾ എത്ര സ്പൂൺ ചേർക്കേണ്ട വരുമായിരിക്കും? ഇതിപ്പോ 2-3 സ്പൂൺ ചേർക്കും. 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയേക്കാളും കുറച്ച് ചേർത്താൽ മതി. ഈ സ്പൂൺ ചെറുതാണെങ്കിലും കൂടുതലിട്ടു. നമ്മൾ പൊടി ഇട്ട വഴി നമുക്ക് സാമാന്യ കളറൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് സാമാന്യ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ആ മുളക് നമ്മൾ വേറെ അഡീഷണൽ ചേർത്തിട്ടൊന്നുമില്ല. അന്ന് നമ്മൾ പൊടിച്ചതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണ മുളകേ ഉള്ളൂ. പച്ചമുളക് ആദ്യം വേവിക്കാൻ ഇട്ടതല്ലാതെ വേറെ മുളക് ചേർത്തേ ഉള്ളൂ. കാരണം നമ്മൾ അന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കി കൂടെ നമ്മൾ മുളക് ചേർത്തുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് വേറെ അഡീഷണൽ ആയിട്ട് മുളക് ചേർത്ത് കൊടുത്തില്ല. സാമ്പാറിന് വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു, വെള്ളം പടുപടിയാകാതിരിക്കാനായിട്ട്. വെള്ളം കുറച്ച്, അല്ലെങ്കിൽ പൊടി കലക്കി ഒഴിക്കണമായിരുന്നു. മുളക് പൊടി കലക്കി ഒഴിക്കണമായിരുന്നു. മുളക് പൊടി നമ്മൾ നേരിട്ടിട്ടപ്പോൾ പച്ചവെള്ളം ഒഴിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് തിളച്ചാൽ മതി. തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു കതിർപ്പ് കരിയേപ്പില ഇവിടെ ഇടാം. കായത്തിന് മണം ഇപ്പോഴും വന്നുണ്ടല്ലോ, നമ്മളന്ന് കുറച്ചല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കായത്തിന് മണം വന്നുണ്ട്. എല്ലാം പാകത്തിനായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കണം അല്ലേ? തിളക്കട്ടെ, തിളച്ച് നന്നായിട്ട് തിളച്ച് യോജിപ്പ് വരുമ്പോൾ കടുക് വറുക്കും. വെള്ളം ഒന്ന് വലിയട്ടെ, കത്തിച്ച് ഞാനിത് വെള്ളം ഒന്ന് വലിയുമ്പോൾ എണ്ണ ഒഴിക്കാം. നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. വെള്ളം വലിഞ്ഞല്ലോ, കുറച്ച് വയ്ക്കാല്ലേ? ആദ്യം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അല്ലേ? എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായിക്കോട്ടെ. ഇത് നമുക്ക് മുളകിടാം. മുളക് പൊട്ടി നമുക്ക് കടുക് ഇട്ടു, കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില അല്ലേ? കരിവേപ്പില ഇട്ടു. സാമ്പാർ സാമ്പാർ തിളച്ചു തുടങ്ങി. സാമ്പാർ നന്നായിട്ട് തിളച്ചു. കടുക് പൊട്ടിരുന്നതും കൂടെ അങ്ങോട്ട് ഇട്ടാൽ സാമ്പാർ റെഡിയായി അല്ലേ? കടുക് വറുത്തു. അങ്ങനെ കടുക് വറുത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്താൽ പാടില്ല മതി. ഇനി ഓഫ് ചെയ്താൽ മതി. നമ്മൾ കടുക് വറുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിളച്ചാൽ കടുക് താന്നു പോകും. അപ്പോൾ കടുക് പൊങ്ങിക്കിടക്കണം. കടുക് വറുത്ത് അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ഉണ്ട്. അപ്പം രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണല്ലോ അമ്മേ? രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി കൂട്ടി സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. കുറച്ചുകൂടെ വെച്ചോ. നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഇങ്ങനെ കുഴച്ച് എടുത്തു. സൂപ്പറായിട്ടുണ്ട്. എരിവുണ്ട്, ശരിയുണ്ട്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കാര്യം കേട്ടോ, നമ്മൾ ആ പൊടി ചേർത്തതിന്റെ ഒരു ഇതിനകത്തുണ്ട്. നമ്മൾ സാധാരണ മറ്റേ പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് വന്നെ. വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ വേറെ ടേസ്റ്റ് വന്നെ. പക്ഷെ ഇത് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നത്. കണ്ടില്ല, കാണാത്തവരാണെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ പൊടി തയ്യാറാക്കിയിട്ട് ഇതുപോലെ സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കുക. ടേസ്റ്റ് തന്നെ വേറെ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം എല്ലാം ട്രൈ നോക്കുക അല്ലേ അമ്മേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുമല്ലേ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.